ഈ പർട്ടിക്കുലർ നേച്ചർ ഓഫ് വേവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വേവ് നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന 2 എക്സ്പെരിമെൻ്റാണ്. ദെൻ അതിന് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇറ്റ് സെൽഫ് ഈസ് ക്വാണ്ടൈസ്ഡ്, എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ക്വാണ്ടൈസ്ഡ്, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ E=hν എന്നുള്ളൊരു ക്വാണ്ടൈസേഷൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇനി ഒന്നുകൂടി ഫർദർ അതിനൊരു കൺഫേം ഫോട്ടോണിൻ്റെ മോഡൽ E=hν എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളതിന് ഒരു കൺഫർമേഷനും കൂടെ വരുന്ന ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ് നമുക്കിതിൽ കൺസിഡർ ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് കോംപ്റ്റൺ ഇഫക്റ്റ്. ഇൻ 1920 Arthur Compton observed that when X-rays are incident on a metal, these X-rays are scattered. X-rays പല ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്കാറ്റർ ചെയ്ത് വരുന്ന എക്സ്റേസിന് ഇനീഷ്യൽ ഇൻസിഡൻറ്റ് എക്സ്റേസിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് വരുന്നത്. സപ്പോസ് ഇതിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആയിരുന്നെങ്കിൽ ഇവിടെ സ്കാറ്റർ ചെയ്യുന്ന ഫ്രീക്വൻസികൾ ന്യൂ പ്രൈം വിച്ച് ഈസ് ലെസ് ദാൻ ന്യൂ. അപ്പോൾ അതിന് എനർജി കുറയാണ്. ഫ്രീക്വൻസി നമുക്ക് എനർജി E=hν ആണ്. അപ്പോൾ ഫ്രീക്വൻസി കുറയാണെന്ന് പറഞ്ഞാൽ എനർജി കുറയാണ്. സ്കാറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് എനർജി കുറയാണ്. സോ ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് കോംപ്റ്റൺ ഇഫക്റ്റ്. When X-rays are incident on a material, there is a decrease in frequency due to frequency of the scattered X-ray due to loss of energy of the incident X-ray. This effect is called Compton effect. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു വേവ് തിയറി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ കോംപ്റ്റൺ അസ്യൂം ചെയ്തത്, കോംപ്റ്റൺ ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇതിന് കൊടുക്കാൻ പറ്റി ക്വാണ്ടം തിയറിയുടെ ബേസിൽ. സോ ഹി കൺസിഡേർഡ് ദി സ്കാറ്ററിങ് പ്രോസസ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്തത് ഒരു കൊളീഷനായിട്ടാണ്, ഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുന്നത് ടാർജറ്റിലെ ഇലക്ട്രോൺസ് ആണ് ഈ എക്സ്റേനെ സ്കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് റെസ്റ്റിലാണ്, ടാർജറ്റിലെ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിലെ ഇലക്ട്രോൺസ് റെസ്റ്റിലാണ്. എക്സ്റേസ് വന്ന് വീഴാണ്. ആ എക്സ്റേ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നു. ആ സ്കാറ്റർ ചെയ്യുന്ന എക്സ്റേ ഇൻസിഡൻറ്റ് എക്സ്റേ hν ആണ് അതിൻ്റെ എനർജി, ന്യൂ ആണ് ഫ്രീക്വൻസി എങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന എക്സ്റേയുടെ E=hν' ആണ്. ന്യൂ പ്രൈം ഈസ് ലെസ് ദാൻ ന്യൂ. അപ്പോൾ അതിൻ്റെ എനർജി സ്കാറ്റർ ചെയ്തതിന് കുറവാണ്. അപ്പോൾ അദ്ദേഹം അസ്യൂം ചെയ്തത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ എക്സ്റേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വെച്ചാൽ ഫോട്ടോൺ. ആ ഫോട്ടോണും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഇലാസ്റ്റിക് കൊളീഷനാണ്. അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ നേച്ചർ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പെർട്ടിക്കുലർ നേച്ചർ അസ്യൂം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഫോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുകയാണ്. ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് ഫോട്ടോണിൻ്റെ എനർജിയിലെ ഒരു പോർഷൻ ഇലക്ട്രോണിന് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് സ്കാറ്റർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ എനർജി കുറച്ച് കുറയുമ്പോൾ അതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയുന്നു, hν' ആയിരുന്നു. ഇനി ആ എനർജി ആർക്കാണ് കിട്ടുന്നത്? എനർജി ഇലക്ട്രോണാണ് കിട്ടുന്നത്. ഇലക്ട്രോൺ അത് മൂവ് ചെയ്യാൻ തോന്നുന്നു, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺ വെലോസിറ്റി കിട്ടുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കിട്ടുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് അതിനെ അസ്യൂം ചെയ്തായിരുന്നത്, ഇലാസ്റ്റിക് സ്കാറ്ററിങ് ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ അദ്ദേഹം എത്രമാത്രം ഈ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുന്നുള്ളൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. ആ വേവ് ലെങ്ത്തിന് വരുന്ന ചേഞ്ച് ഇലക്ട്രോൺസിൽ വന്ന് അല്ലെങ്കിൽ ഒരു ടാർജറ്റിൽ വന്ന് വീഴുകയാണെങ്കിൽ ഈ ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അതിന് വരുന്ന ചേഞ്ച് എത്രയാണെന്നുള്ളത് ഒരു ഡെറിവേഷനാണ് അടുത്തത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ആ ഡെറിവേഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഫിഗർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് അറിയാം. എനർജി കൺസർവ്ഡ് ആണ്, ടോട്ടൽ എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ, അല്ലെങ്കിൽ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്, അതുപോലെ തന്നെ മൊമെൻറ്റവും കൺസർവ്ഡ് ആണ്. അപ്പോൾ ഈ 2 കൺസർവേഷൻ ലോയിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അതിനുവേണ്ട എല്ലാ പാരാമീറ്റേഴ്സും തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡയഗ്രാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഡെറിവേഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഇനീഷ്യലി ദ ഇലക്ട്രോൺ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ടാർജറ്റ് ആറ്റത്തിലെ അല്ലെങ്കിൽ മെറ്റീരിയലിലെ ഇലക്ട്രോൺസ് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ എനർജി എന്താണ്? റെസ്റ്റ് മാസ് എനർജിയാണ്. റിലേറ്റിവിറ്റിയിൽ നമ്മൾ പഠിച്ച റെസ്റ്റ് മാസ് എനർജിയാണ് E=mc². ദെൻ അതിൻ്റെ മൊമെൻറ്റം റെസ്റ്റിലാണെങ്കിൽ മൊമെൻറ്റം 0 ആണ്. ദെൻ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി E=hν ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ P E/c. ക്ലാസിക്കലി നമുക്കറിയാം E=PC. റിലേറ്റിവിസ്റ്റിക്കലി E=PC. So P is given by E/c. E is quantum energy hν. ഫോട്ടോണിൻ്റെ ക്വാണ്ടം എനർജി hν ആണ്. അങ്ങനെയാണ് P =hν/c എന്ന് എഴുതിയിരിക്കുന്നത്.
ഇനി ഇതിവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്ത് പോകണം. സ്കാറ്റർ ചെയ്യുന്ന അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ പ്രൈം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എച്ച് ന്യൂ പ്രൈം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം എച്ച് ന്യൂ പ്രൈം ഡിവൈഡഡ് ബൈ സി. ഇനി ഇത് സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഒരു ആംഗിൾ, സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെ ആംഗിൾ, സ്കാറ്റേഡ് എക്സ്റേയുടെ അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ ആംഗിൾ ഫൈ ആണ്. ദെൻ തീറ്റയാണ് ഇലക്ട്രോൺ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആംഗിൾ. ഇൻസിഡൻറ്റ് ഡയറക്ഷനിൽ നിന്ന് ഇലക്ട്രോൺ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ഇലക്ട്രോണിനും ഒരു എനർജി കിട്ടുകയാണ്, അല്ലെങ്കിൽ അതിനൊരു മൊമെൻറ്റവും കൂടെ കിട്ടുകയാണ്. അതിൻ്റെ മൊമെൻറ്റത്തിന് നമ്മൾ പി എന്ന് തന്നെ വിളിക്കുന്നു, പി ഈസ് ഈക്വൽ ടു പി. ഇനി ഇലക്ട്രോണിൻ്റെ എനർജി ഈസ് ഗിവൺ ബൈ റിലേറ്റിവിസ്റ്റിക് എനർജി m0 c² പ്ലസ് p² c², അതല്ലെങ്കിൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് മാസ് mc² എന്ന് എഴുതാം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൺ, സ്കാറ്റേഡ് ഫോട്ടോൺ, സ്കാറ്റേഡ് ഇലക്ട്രോൺ. ഇനീഷ്യലി ഫോട്ടോണിന് മാത്രമാണ് എനർജി മൊമെൻറ്റം ഉള്ളൂ, എനർജിയും മൊമെൻറ്റവും ഉണ്ട്. ഇലക്ട്രോണിന് മൊമെൻറ്റം 0 ആണ്, റെസ്റ്റിലാണ്, പക്ഷേ റെസ്റ്റ് മാസ് എനർജി ഉണ്ട്. സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ ഫോട്ടോണിൻ്റെ എനർജിയും മൊമെൻറ്റവും നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ആഫ്റ്റർ കൊളീഷൻ ഇലക്ട്രോണിന് ഒരു മൊമെൻറ്റം കൂടെ കിട്ടുകയാണ്. ഇനി ഇതിനെ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് കൺവീനിയൻസിന് വേണ്ടി എഴുതാണ്. ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഡയറക്ഷൻ എങ്ങനെ എഴുതി, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം, ഇത് മൊമെൻറ്റം കൺസർവേഷൻ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എച്ച് ന്യൂ ബൈ സി ഈ ഡയറക്ഷനിലാണ്. ദെൻ സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഫൈ ആംഗിളിലാണ് ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകുന്നത്. സ്കാറ്റർ ചെയ്യുന്ന ഫോട്ടോൺ എച്ച് ന്യൂ പ്രൈം ബൈ സി ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം പി ആണ്, എം വി. പി ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ രണ്ട് കമ്പോണൻറ്റ് നമുക്ക് എഴുതാം. ഇത് തീറ്റയാണെങ്കിൽ ഇത് പി കോസ് തീറ്റ, ഈ കമ്പോണൻറ്റ് പി സൈൻ തീറ്റ. അതുപോലെ തന്നെ ഈ കമ്പോണൻറ്റ് എച്ച് ന്യൂ പ്രൈം ബൈ സി കോസ് ഫൈ, ഈ കമ്പോണൻറ്റ് സൈൻ ഫൈ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനീഷ്യലി വേണ്ട കാര്യങ്ങൾ. അതിൽ നിന്ന് നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് എനർജി. Conservation of energy. Conservation of energy means energy before collision equal to after collision. Elastic collision ആണ്. So total energy before collision must be equal to after collision. So before collision നമുക്ക് എന്തൊക്കെയാണുള്ളത്? Before collision energy E equal to h nu ആണ്. ഫോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി mc². അപ്പോൾ അതിനെങ്ങനെ എഴുതാം? h nu ഫോട്ടോണിൻ്റെ എനർജി പ്ലസ് m0 c² ഫോട്ടോണിൻ്റെ എനർജി, ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ എച്ച് ന്യൂ സ്കാറ്റർ ചെയ്ത് പോകുന്നു, എച്ച് ന്യൂ പ്രൈം ക്വാണ്ടം ഓഫ് എനർജി ഓഫ് സ്കാറ്റേഡ് ഫോട്ടോൺ പ്ലസ് എന്തുണ്ട്, പിന്നെ ഇലക്ട്രോണിൻ്റെ എനർജിയും കൂടിയുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ എനർജി mc² ആണ്. mc². ദിസ് ഈസ് ഇക്വേഷൻ 1. Now നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മൾ രണ്ട് ഡയറക്ഷനിലും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് പാരലൽ ടു ദി ഇനീഷ്യൽ ഡയറക്ഷൻ, ദെൻ പെർപെൻഡിക്കുലർ ടു ദി ഇനീഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ അത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാരലൽ ടു ഇനീഷ്യൽ ഫോട്ടോൺ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിൽ, ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഡയറക്ഷനിലെ മൊമെൻറ്റമാണ് നമ്മൾ എഴുതുന്നത്. ബിഫോർ കൊളീഷൻ മൊമെൻറ്റം എത്രയാണ്? ബിഫോർ കൊളീഷൻ മൊമെൻറ്റം നമുക്കുള്ളത് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം ഉണ്ട്, ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം 0 ആണ്. സോ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്താണ്? എച്ച് ന്യൂ ബൈ സി പ്ലസ് 0. സോ ദിസ് ഈസ് ദി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. ഇലക്ട്രോണിൻ്റെ 0 ആണ്, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എച്ച് ന്യൂ ബൈ സി ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദി മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. സോ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്താണ് വരുന്നത്? ഈ ഡയറക്ഷനിലെ മൊമെൻറ്റം ഇവിടെ വരച്ചിരിക്കുന്നത് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എച്ച് ന്യൂ പ്രൈം ബൈ സി കോസ് ഫൈ. അതുപോലെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഈ കമ്പോണൻറ്റ്, പാരലൽ കമ്പോണൻറ്റ് വരുമ്പോൾ പി കോസ് തീറ്റയാണ് വരുന്നത്, പ്ലസ് പി കോസ് തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇനി അതുപോലെ തന്നെ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും കൂടെ കൺസിഡർ ചെയ്യാം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൽ ബിഫോർ കൊളീഷൻ എത്രയാണ്? പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഒന്നും തന്നെ ഇല്ല. കാരണം ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് വരുന്നത്, പാരലൽ ഡയറക്ഷനിലാണ് വരുന്നത്. അതിൻ്റെ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. അതിന് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഒന്നുമില്ല. ഇലക്ട്രോൺ റെസ്റ്റിലാണ്, അതുകൊണ്ട് മൊമെൻറ്റവും ഇല്ല. അപ്പോൾ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്, ഇനീഷ്യൽ കമ്പോണൻറ്റ് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ആഫ്റ്റർ കൊളീഷൻ എന്ത് പറ്റി? ആഫ്റ്റർ കൊളീഷനിൽ
ഫോട്ടോണിന് ഒരു വൈ കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലും ഇലക്ട്രോണിന് ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്നു. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോണിൻ്റെ പ്ലസ് ഇലക്ട്രോണിൻ്റെ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനുള്ളത്. സോ എച്ച് ന്യൂ പ്രൈം ബൈ സി സൈൻ ഫൈ ഈ കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താണെങ്കിൽ ഇലക്ട്രോണിൻ്റെ കമ്പോണൻറ്റ് വരുന്നത് ഈ ഡയറക്ഷനിൽ വരുന്ന പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുകയാണ്, മൈനസ് പി സൈൻ തീറ്റ, ദറ്റ് ഈസ് ഇക്വേഷൻ 3. ഇതാണ് നമുക്ക് വേണ്ട 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയാണ് ഇതിലെ പാരാമീറ്റേഴ്സ് വരുന്നത്.